നമുക്ക് ഇന്നത്തെ നമ്മളെ 10th പ്രിലിംസിൻ്റെ എക്സാമിനുള്ള ആൻസർ കീ നോക്കാം. നമുക്കറിയാം എക്സാം ലീക്കായി പെട്ടു, എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പോകാം. ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ഉത്തരം ടൊയോട്ടയാണ്. ഫാർസ് ഏത് രാജ്യത്തെ വാർത്താ മാധ്യമമാണ്? ഉത്തരം ഇറാനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമ വകുപ്പ് മന്ത്രി ആരാണ്? വി ഡി സതീശനാണ്. ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? പി വി നരസിംഹ റാവു ആണ് ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി. അടുത്തത്, ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നത് ഏതാണ്? ഗംഗാ ശുദ്ധീകരണം ഏതാണ്? നമാമി ഗംഗെ. അരുൾ നൂൽ ആരുടെ കൃതിയാണ്? വൈകുണ്ഠസ്വാമികളാണ് അരുൾ നൂൽ എന്ന് പറയുന്ന കൃതി. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? ഡോക്ടർ എം.ഇ. നായിഡു ആണ്. വെച്ച് കണക്റ്റിയത് നായിഡു. അപ്പം കിട്ടും. തീപിലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന കൃതിയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദ അഭിപ്രായപ്പെട്ടത് ആരെയാണ്? നമുക്കറിയാം, ചട്ടമ്പി സ്വാമിയുടെ വേദാധികാര നിരൂപണമാണ്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ്? കെ പി കേശവ മേനൻ. മെയ് ജൂൺ മാസത്തിൽ രാജസ്ഥാനിലെ പ്രദേശങ്ങളിൽ നിന്ന് സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ്. വരണ്ടത് ലൂ ആണ് കേട്ടോ. കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രിയാണ് നമുക്കറിയാം രമേശ് ചെന്നിത്തല. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെയെല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഏതാണ്? ഹൈദരാബാദാണ് കേട്ടോ. അറബിക്കടലിൽ നിന്നും പശ്ചിമഘട്ടത്തിൽ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏത്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ് ചോദ്യം. പടിഞ്ഞാറാണ്. അറബിക്കടൽ ഉള്ളതിടെ പടിഞ്ഞാറല്ലേ? അറബിക്കടൽ പടിഞ്ഞാറ്. രണ്ടിലും ബ്രാൻഡൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. അടുത്ത, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത അറിയാലോ കേരളത്തിലെ 3 കൊല്ലം കോട്ടയുടെ ടായുടെ അവിടെ 3 അത് വെച്ച് കണക്ട് ചെയ്യാം. കർണാടകത്തിലെ ആണവ നിലയം, ഇതും കാവച്ച് കാൽപ്പാക്കാമെന്ന് എഴുതാൻ പറ്റില്ല, കൈകയാണ് കേട്ടോ. കർണാടകയിൽ ചോദിച്ചോ, കൈകയാണ്. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ ശിലകൾ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത്. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നതാണ് ഹിമാനി. കാശ്മീരിനെയൊക്കെ അറിയാം, കുറേ മഞ്ഞാണ്, അപ്പോൾ അത് കണക്ട് ചെയ്യാവുന്നതാണ്. 2007 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? നഞ്ചിയമ്മയ്ക്കാണ്. അലുമിനിയത്തിൻ്റെ പ്രധാന അയിര് അറിയാമല്ലോ, ബോക്സൈറ്റ് ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആരാണ്? അയ്യങ്കാളിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ചേർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? നമുക്കറിയാം, പട്ടേലുള്ള ഓപ്ഷനാണ്. പട്ടേലാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റിയിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയൊക്കെ ആർക്ക്? പട്ടേലല്ലേ കൊടുത്തത്, നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പം പട്ടേൽ തന്നെ ഓപ്ഷൻ ആകെ പട്ടേൽ മാത്രമേ ഉള്ളൂ. ഇത്ര എളുപ്പം കണ്ടുപിടിക്കാം. ഇന്ത്യയിലെ 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ തെറ്റായ പ്രസ്താവന ഏതാണ്? 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടായിരുന്നു. നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിക്കാം, അങ്ങനെ എല്ലാവർക്കും അവകാശം ഉണ്ടായിരുന്നു? ഇല്ല, അത് 1952 കൊടുത്തിട്ടില്ലായിരുന്നു. കേരളത്തിൽ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പ് തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏത്? രമേശ് ചെന്നിത്തല ധനകാര്യമാണോ? അല്ല. ഏതാണ്? ആഭ്യന്തര. അറിഞ്ഞൂടെ? ഓപ്പറേഷൻ തൂഫാനൊക്കെ അതിൻ്റെ നേതൃത്വത്തിൽ വന്നതല്ലേ. അടുത്ത, വിനയൻ എഴുതിയ സംവിധാനം ചെയ്ത 2022 19ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? നമുക്കറിയാം, ആ സിനിമയിൽ എന്താണ് കണ്ടവർക്ക്, സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, സിനിമയിൽ കൂടെ വെട്ടും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും ശ്രീനാരായണഗുരു അതിന് പോവില്ല, അയ്യങ്കാളി ഇല്ല. അപ്പോൾ എന്താണ്? ആറാട്ടുപുഴ വേലായുധ മണിക്കരാണ് ഉത്തരം. എളുപ്പം വളരെ ഈസിയാണ്. ദരിദ്രരെ സഹായിക്കുന്നതിനെ പിടിയേരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണെന്നാണ് ഉത്തരം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഒരു പിടി അരി അല്ലെങ്കിൽ പിടി അരി എന്ന സമ്പ്രദായം സഹായിക്കാൻ വേണ്ടി കൊടുത്തത്. ചാവറയൊക്കെ അരി കൊടുത്തെന്നല്ല ഓർത്താൽ മതി, കോഡ് കിട്ടും, എളുപ്പമാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥലം ഏതാണ്? മണിപ്പൂരാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ പേരിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? മണിപ്പൂരാണ് ഉത്തരം.
അടുത്തത് 1953 ഇന്ത്യൻ ഗവൺമെൻറ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ തെറ്റായ പ്രസ്ഥാനം തെറ്റാണ് ചോദിച്ചത്. ഇതിൻ്റെ മറ്റൊരു പേര് ഫസൽ അലി. ശരിയാണ്. ഡോക്ടർ എച്ച് എൻ കുൻസ്രു ഇതിലെ ഒരു അംഗമായിരുന്നു. ശരിയാണ്. കമ്മീഷൻ്റെ അപ്പോൾ 1, 2 ശരിയാണ്. അങ്ങനെ 1, 2 ശരിയാണെന്ന ഓപ്ഷൻ എന്താണ് തെറ്റാണ് ചോദിച്ചത്. അപ്പോൾ 1 ഉള്ള ഓപ്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്യാം. 2ഉം ശരിയാണ്. അപ്പം 2 ഓപ്ഷനും നമുക്ക് 1, 2 ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ആവും. കാരണം 1, 2 ശരിയാണ്. 1 ഉള്ള ഉത്തരം ബി ആണ്. അപ്പോൾ അത് തെറ്റാണ്. ബി എന്നുള്ള നമുക്ക് ചോദിച്ചത് തെറ്റായതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ക്യാൻസൽ എടുക്കുക. 1, 3 മാത്രം ഉള്ള ഓപ്ഷനാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം 4ലോട്ട് പോകേണ്ട പോലെ ആവശ്യമില്ല. 3 ഉത്തരം. 3 ഉള്ളി. കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 സംസ്ഥാനങ്ങളും 4 കേന്ദ്രപ്രദേശങ്ങളും ഭാഷ ഡിസൈൻ രൂപീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 1, 2 ശരിയാണെന്ന് മനസ്സിലായി. ചോദിച്ചത് തെറ്റായ പ്രസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ 1, 2 ഉള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് വെട്ടിക്കളയാം. 1 ഉള്ള ഓപ്ഷൻ എയിൽ 2 ഉള്ളി. അപ്പോൾ അതല്ല ഉത്തരം. ഓപ്ഷൻ ബിയിൽ 1 ഉത്തരമുണ്ട്. അപ്പോൾ അതുമല്ല ഉത്തരം. ഇനി ഓപ്ഷൻ ഡി നോക്കാം. 2 ഉത്തരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുമല്ല ഉത്തരം. ഓപ്ഷൻ 3. അപ്പോൾ ഇത് നമുക്ക് മൊത്തം അറിയണ്ട. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അടുത്ത, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 307 വകുപ്പ് റദ്ദാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5 റദ്ദ് ചെയ്തത് കേട്ടോ. 2019 ഓഗസ്റ്റ് 5. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി വിധികളിലൂടെ ഭരണഘടനയുടെ 21 വകുപ്പിൻ്റെ വ്യാപ്തി വികസിപ്പിച്ചു. താഴെ പറയുന്നതിൽ പെടാത്തത് ഏത്? ട്രോമ കെയർ, ആർത്തവാരോഗ്യവും അന്തസ്സും, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അഭയത്തിനുള്ള അവകാശം. ഇത്ര 4 അഭയത്തിനുള്ള അവകാശം. അത് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പെടാത്തതാണ് കേട്ടോ. നല്ല എളുപ്പം കിട്ടും. അതൊന്നും കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും. അടുത്തത് തെറ്റായ ജോഡി. രവീന്ദ്രനാഥ് ടാഗോർ. ലെറ്റേഴ്സ് ഫ്രം അമേരിക്ക. ലെറ്റേഴ്സ് ഫ്രം അമേരിക്ക എന്നതാണ് സി ആണ് നൽകിയത്. ഉത്തരം അങ്ങനെയാണ്. ടാഗോർ ലെറ്റേഴ്സ് ഫ്രം റഷ്യ എന്നാണ് ഓപ്ഷൻ സി. PS നൽകിയത്. ഇതിൽ തെറ്റില്ല. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിരുന്നു. ഓക്കെ, എന്തായാലും പോട്ടെ. ശരിയായ ജോഡി ഏതാണ്? ബൽബന്ത് റോയ് മേത്ത കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ, സർക്കാരിയ കമ്മീഷൻ പഞ്ചായത്തി രാജ്, മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശം. ഉത്തരം 2ഉം 4ഉം ആണ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ കൊണ്ടുവരുന്നതിന് നമ്മൾ ശബ്ദം ഉയർത്തൂലേ? അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി കണക്ട് ചെയ്തൂടെ? മോത്തിലാൽ നെഹ്റു മൗലിക അവകാശങ്ങൾ. മോത്തിലാൽ നെഹ്റുവിൻ്റെ മായും മൗലികാവകാശത്തിൻ്റെ മായും നമുക്ക് കണക്ട് ചെയ്താൽ മതി. ഇതൊക്കെ എനിക്ക് കണക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ എടുക്കാം, കളയാം. ഭരണഘടനയിലെ 19 വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏവ? 19 വരുന്നത് ഏതൊക്കെയാണ്? സമാധാനപരമായി സമ്മേളിക്കാം, സംഘടനകൾ രൂപീകരിക്കാം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. അത് 21A ആണ് കേട്ടോ. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ. ഉത്തരം 1, 2, 4 ഉത്തരം. 3 ഇല്ല. ഓൾ ഓഫ് ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. 3 തെറ്റാണെന്നെങ്കിൽ 3 ഇല്ലാത്ത ഓപ്ഷൻ നോക്കാം. ഇതിൽ 3 ഇല്ലാത്ത ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ സിയും ഓപ്ഷൻ എ ആണ്. ബാക്കിയില്ല. എ ഓപ്ഷൻ അല്ല. അപ്പോൾ അത് അപ്പം തന്നെ കണക്ട് ചെയ്യാം. എന്നാലും അറിയാമായിരിക്കില്ല അത്. അടുത്ത, സർവേ ഭവന്തു സുഖിന എന്തിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണ്? NHRC ആണ് കേട്ടോ. വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആണ് കേട്ടോ. അത് മസ്ദൂർ കിസാനൊക്കെ അറിയാം. ശക്തി കരുണാക്ക് ഉണ്ട്. അതൊന്നും കുത്താതെ നോക്കുക. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ഇതൊക്കെ എളുപ്പമാണ്. അടുത്ത, മാൻഡാമസ് എന്ന പദം അർത്ഥമാക്കുന്നു നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. അടുത്ത ശരിയായ പ്രസ്താവന ഏതെന്ന് നോക്കാം. ഗംഗ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച 2009 ഒക്ടോബർ 5 ശരിയാണ്. അടുത്തത്, ഇത് അരുണാചൽ പ്രദേശിൻ്റെയും ഔദ്യോഗിക ജലജീവിയാണ്. ആണോ? അല്ല. ഇതിനെ സൂസു ഹിഹു എന്നും വിളിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ 1, 3 ഓപ്ഷൻ ആണ് ഉത്തരം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? നമുക്കറിയാം വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാണ്. ദേശത്തിനെ കുറിച്ചായിരിക്കില്ലേ പറയുന്നത്. അപ്പോൾ രാഗദേശം എന്ന് ഓർത്തൂടെ? ദേശത്തിൻ്റെ രാഗമാണെന്ന് ഓർക്കുക. അതെ, രാഗദേശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? മനുഷ്യാവകാശ ഭരത് ലാലാണ് കേട്ടോ. ശ്രീ ഭരത് ലാൽ. ദേശീയ മനുഷ്യാവകാശ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശ്രീ ഭരത് ലാൽ. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ എല്ലാ മൗലിക ആവശ്യം താൽക്കാലികം നിർത്തിവെക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. തെറ്റല്ലേ?
എല്ലാം പറ്റുമോ? 20-21 പറ്റില്ലല്ലോ, ആണെന്ന് എൻ്റെ ഓർമ്മ പറ്റില്ലെന്നാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ വകുപ്പ് 359 പ്രകാരം രാഷ്ട്രപതിക്ക് വകുപ്പ് 32 താൽക്കാലികമായി നിർത്തി വയ്ക്കാൻ അധികാരമുണ്ട്. രണ്ട് ശരിയായിരിക്കും. അത് 20-21 മാത്രമേ നിർത്തി വയ്ക്കാൻ പറ്റാതെ ഉള്ളൂ, ബാക്കിയെല്ലാം വയ്ക്കാം. ദേശീയ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതി 20 താൽക്കാലികമായി നിർത്തി വയ്ക്കാൻ അധികാരമുണ്ട്. അപ്പം തന്നെ തെറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാം പറ്റൂല. 20-21 പറ്റുമോ? 20-21 പറ്റില്ല. ഇവിടെ നിർത്തി വയ്ക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും പോയി. ഉത്തരം ഓപ്ഷൻ 2 മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശം ബന്ധപ്പെട്ട ആദ്യമായി നിയമം ഉണ്ടാക്കിയ രാജ്യം സുഡാനാണ്. വിവരാവകാശം ബന്ധപ്പെട്ട ആദ്യ നിയമം ഉണ്ടാക്കിയ രാജ്യം സുഡാനാണ് കേട്ടോ. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ഏത് നവോത്ഥാന നായകൻ്റെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചിട്ടുള്ളത്? തോപ്പിലാണ് സ്വാമിത്തോപ്പ്. സ്വാമി തന്നെ എല്ലാ സ്വാമിമാരാണ്. ഒരു വൈകുണ്ഠസ്വാമിയുടെ സ്വാമിത്തോപ്പ് ജനിച്ചത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം അറിയുള്ളൂ, കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം? ഡാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം പോകുന്ന ഇവിടെ ഇടുക്കിയാണ് ഉത്തരം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? ഫ്രണ്ട്സ് കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നീളം പറയുന്നത് ഈ പെരിയാർ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി? എളുപ്പമല്ലേ, പള്ളിവാസൽ. ഏറ്റവും ആദ്യം വന്നതും പള്ളിവാസലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കം പാമ്പാടും ചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിൽ? ഇടുക്കി. ചോല വന്നാൽ എവിടെയാണ്? ഇടുക്കിയാണ്, ഓർക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകര. നീണ്ടു കിടക്കുന്ന ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഒളിമ്പിക്സ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം പി ടി ഉഷ. എളുപ്പമല്ലേ. കേരളത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇത് ആനന്ദ ബ്രഹ്മാനന്ദ കുറച്ച് കണക്ട് ചെയ്തുകൂടെ? എളുപ്പം ഒരേപോലെ വന്നത്. വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? വയലാർ സ്റ്റാലിനാണ് CK കുമാരപണിക്കരാണ് കേട്ടോ. വയലാർ സ്റ്റാലിനെ CK സ്റ്റാലിൻ വയലാർ. കോഡെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞ് കമൻറ്റ് ചെയ്യട്ടോ. മഹാത്മാ അയ്യങ്കാളി നേതൃത്വം നൽകിയ ചരിത്രപ്രധാന സമരങ്ങൾ? കല്ലുമാലയും വില്ലുവണ്ടി. കല്ലും വില്ലൊക്കെയാണെന്ന് ഓർക്കുക, അതാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ട പരിപാടികൾ. 1930 കണ്ണൂരിൽ നിന്ന് മദ്രാസിൽ നടത്തിയ പട്ടിണിജാല എന്ന് തന്നെ നമുക്കറിയാം AK ഗോപാലൻ. താഴെ വന്നിരിക്കുന്ന പ്രസ്ഥാനം ശരിയായതാണ് ചോദ്യം. വാഗ്പാടാണ് രൂപം നൽകിയ പ്രസ്ഥാനമാണ് സമത്വ സമാജം. തെറ്റാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് കുമാരനാശൻ. തെറ്റാണ്. നമുക്കറിയാം ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്. പൊയ്കൽ യോഹന സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദിവസഭ. താഴെ വന്നിരിക്കൽ BT ഭട്ടതിരാമൻ്റെ കൃതി ഏതെന്നാണ് ചോദ്യം. BTയുടേതാണ് കണ്ണീരും കിനാവും. നമുക്കറിയാം കണ്ണീര്, കിനാവ്, അടുക്കള അങ്ങനെയുള്ള എല്ലാം വരുന്നതാണ് BTയുടെ കൃതികളാണ് കേട്ടോ. അങ്ങനെയുള്ള ലേഡീസോ ബന്ധപ്പെട്ട എല്ലാ പരിപാടിയും വരുന്നത് നമ്മുടെ BT ഭട്ടതിരാമൻ്റെയാണ്. വാഗ്പാടാൻ്റെ യഥാർത്ഥ പേര്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. നമ്മൾ ഗുരുക്കന്മാരെ വാക്കുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നതാണ് ഈ ഗുരുക്കന്മാരല്ലേ, ടീച്ചേഴ്സ് അല്ലേ? അത് വെച്ച് കണക്ട് ചെയ്തുകൂടി? എളുപ്പമല്ലേ. താഴെ തന്നിരിക്കലിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ദർശനമാല ആരുടെയാണ്? നമ്മളെ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ആണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കലിൽ നിന്നും പണ്ഡിറ്റ് KP കറുപ്പൻ്റെ കൃതി തിരഞ്ഞെടുക്കുക. പണ്ഡിറ്റ് KP കറുപ്പൻ്റേതാണ് ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി. മലബാർ കലാവ് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ? ആണെന്നാണ് വിശ്വാസം. ആണെങ്കിൽ പറഞ്ഞു, ബാക്കിയെല്ലാം മലബാറാണ്. ഇത് എളുപ്പമാണ്, വളരെ എളുപ്പമില്ല. എനിക്കൊന്നും അറിയാതെ തന്നെ ഉത്തരം. ഓപ്ഷൻ നമുക്ക് ആമാശയം ഏതാണ്? ആമാശയമാണ് ട്രിപ്സിൻ അല്ലേ. വായിലാണ് സലോർ അമിലേസ്. പാൻക്രിയാസാണ് ട്രിപ്സിൻ തന്നെയാണ്. കരൾ പിത്തരസമാണ്. കരൾ പിത്തരസം എന്ന് അറിഞ്ഞാൽ മതി, എന്നാലും അപ്പം തന്നെ നമുക്ക് ഉത്തരം കിട്ടും. 4P ആണ്. അപ്പം തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കൂടെ? അതിലൊന്നും അറിഞ്ഞാൽ എളുപ്പമായിട്ട് ചെയ്താൽ. അടുത്ത രക്തപര്യാനത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ് ചോദ്യം. വലത്തെ വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത്തെ വെൻട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. രണ്ടാമത്തെ ശ്വാസകോശം ധമനി സിസ്റ്റമിക് പര്യനത്തിൻ്റെ ഭാഗമാണ്.
3 ഊർജ്ജ മഹാസ്ഥിര സിസ്റ്റമിക് പരിഗണനത്തിൻ്റെ ഭാഗമാണ്. ഉത്തരം 1, 3 കേട്ടോ. ലക്ഷണം ഏത് ജീവങ്ങളുടെ കുറവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലക്ഷണം ഏത് ജീവങ്ങളുടെ കുറവിനോടാണ്, ഏതാണ് കുറവെന്നാണ് ഉത്തരം. കുട്ടികളെ എല്ലുകൾ വളയുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അന്ധത. രണ്ടാമത്തെ ഓപ്ഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ജീവകം എ ഉള്ളതാണ്. ഏതാണ് കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാം എന്താണ്, ജീവകം എ ആണ്. അപ്പം തന്നെ ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ സി ആണ് ഉത്തരം. എളുപ്പമായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഉൾപ്പെടുന്നത്? ADEK എന്ന് പറയുന്നതാണ് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പോൾ എ ഉള്ളതും ഡി ഉള്ളതും ഇ ഉള്ളതും കളയാം. 3ലുണ്ട്. ബിയും സി ആണ് ഉത്തരം. അറിയാമല്ലോ, അടക്കെന്നൊക്കെ പഠിക്കാം. അത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പം ഉത്തരം ബിയും സിയും ആണ്. മാരകമായ അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? നെഗ്ലേറിയ ഫൗലറി. അമീബയ്ക്ക് സാധാരണ നെഗ്ലക്റ്റ് ചെയ്ത് കളയാണ്. മസ്തിഷ്കം തിന്നുന്ന ഒരു ജീവിയാണ് കേട്ടോ. അറിയാമല്ലോ, വെള്ളത്തിലൊക്കെ പഴകിയ വെള്ളം കുളിക്കാനൊക്കെ കുളത്തിലൊക്കെ ഇറങ്ങപ്പോൾ അമീബയാണ് നമ്മുടെ പ്രശ്നമാവുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതും റിംഗ് വോമിനും കാൻഡിഡിയാസിനും പൊതുവായുള്ള സവിശേഷത. ഉത്തരം ഏതാണ്? 2 ഫംഗസ് രോഗമാണ്. നമുക്ക് റിംഗ് വോം അറിയാം, ഫംഗസ് രോഗമാണെന്ന് അറിയാം. ഇത് അറിഞ്ഞാലും കണക്ട് ചെയ്യാം, എളുപ്പമാണ്. ചർമ്മരോഗവുമായി ബന്ധപ്പെട്ട് ഒരു രോഗി ഈ സഞ്ജീവനി സേവനം ഉപയോഗിക്കുന്നു. രോഗിയുടെ സമ്മതത്തോടെ ഡോക്ടർ രോഗിയുടെ പൂർവ്വകാല ഡിജിറ്റൽ ചികിത്സാ രേഖകളും മരുന്ന് കുറിപ്പുകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഡിജിറ്റലായി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം താഴെ നൽകുന്നത് ഏതാണ്? ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. ABHA ആണ് ഉത്തരം. താഴെ പറയുന്നതിൽ ആദ്യമേ പുണ്യ എന്നീ കാർഷിക വിള ഇനങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിശകലനങ്ങൾ ഏവ? പുണ്യ ആദ്യം ഏതാണ് ഉത്തരം? 1, 2 ആണ്. ഇവ രണ്ടും നെല്ലിനങ്ങളാണ്. കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ വനമേഖലകളിലെ താഴെ പറയുന്ന പ്രദേശങ്ങളെ വടക്കു നിന്ന് തെക്കോട്ട് ക്രമീകരിച്ച ശരിയായ ഉത്തരം. നമുക്കറിയാം വടക്കുള്ളത് എന്താണ്? നെയ്യാറാണ്. അല്ല, വടക്കുള്ളത് മഞ്ചേശ്വരമാണ്, തെക്കുള്ളത് നെയ്യാറാണ്. അപ്പം നദികളാരാണ് ഞാൻ പറഞ്ഞത്. ഇത് അല്ലാതെ മേഖലയായിട്ട് പറയാം നെയ്യാറാണ്. നമുക്ക് ഏറ്റവും തെക്ക് നെയ്യാറെന്ന് അറിയാം. അപ്പോൾ ഓപ്ഷൻ 4 ഏറ്റവും അവസാനം വരണം. അങ്ങനെയുള്ള ഓപ്ഷൻ 2 ഉണ്ട്. എ ഉണ്ട്, ഡി ഉണ്ട്. ബാക്കി അറിയാമെങ്കിൽ നമുക്ക് എളുപ്പം കറക്കി കുത്തിയാൽ വരും. ഒന്നും അങ്ങനെ വരില്ല എന്തായാലും. അപ്പം 3, 2, 3, 1, 2, 4. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഏതാണ്? ആറളമാണ്. രണ്ടാമത് വരുന്നത് കരിമ്പുഴയാണ്. മൂന്നാമത് വരുന്നത് പെരിയാറാണ്. 4 നെയ്യാറെന്ന് അറിയാമെങ്കിൽ തന്നെ എനിക്ക് ആകെ നെയ്യാറും മാത്രമേ അറിയുള്ളൂ. എന്നാലും നമുക്ക് അടിച്ച് വിടാം ഡി എന്നത്. അതായത് ഫസ്റ്റ് ഓർഡർ പറയാൻ ചാൻസ് കുറവാണ്. 50-50 എടുക്കാമായിരുന്നു. മിനറൽ വാട്ടർ ബോട്ടിലുകളിലും ചിലതരം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും സാധനം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പെറ്റ് അഥവാ പോളിഎത്തിലീൻ ടെറിത്താലേറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചക്രമണം ചിഹ്നം ഏതാണ്? നമുക്ക് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇത്തരം പ്ലാസ്റ്റിക് തിരിച്ചറിയാൻ ഉപയോഗിക്കാം. പെറ്റ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 വൺ ടൈം യൂസബിൾ ആണത്. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 13 ആണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകൾ എളുപ്പമല്ലേ? 13 6 കുറച്ചാൽ ഉത്തരം 7 ഉത്തരം ബി. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ്. അടുത്തത് ഉത്കൃഷ്ടവാദങ്ങൾ എന്നറിയപ്പെടുന്ന ആവർത്തന പട്ടികയിലെ ഏതാം ഗ്രൂപ്പ്? എളുപ്പമല്ലേ? 18 ഏറ്റവും അവസാനത്തെ. ഖരാവസ്ഥയിലെ സ്നേഹം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് ഉത്തരം. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനത്തിലോ തുടങ്ങുന്ന പ്രവണത ജഡത്വമാണ്, അറിയാമല്ലോ. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ജൂളാണ്. താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഭൂകമ്പത്തിൻ്റെ ഭൂകമ്പത്തിൻ്റെ തീവ്രതയാണ്. പ്രകാശസംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ഉഷ്ണം സി ആണ്. പ്രകാശോർജ്ജം മാറും, രാസോർജ്ജമായി മാറും. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. ജലത്തിൻ്റെ തീവ്രത കെൽവിൻ സ്കെയിൽ എത്രയാണ്? 373 കെൽവിനാണ്. 100 കെൽവിനെ കൊണ്ട് എഴുതരുത്. അത് 100 ഡിഗ്രി അല്ല, 100 കെൽവിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 371 ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഏതാണ്? ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഇത് ചെയ്യുമ്പോൾ ഉത്തരം 112 ബോഡ് മാസ് ചെയ്യാം. മാറ്റത് ചെയ്ത് നോക്കുക കേട്ടോ. ഇതും അത് തന്നെയാണ്. ഇതിനുത്തരം ഓപ്ഷൻ ബി ആണ്. എങ്ങനെ ചെയ്യേണ്ടത് താഴെ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് നോക്കാം.
അടുത്ത 1-നും 1/3-നും 5/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണ് ചോദ്യം. ഇത് പല ഇത് ചെയ്യാം. 1/3 ആണ് 0.33 ആണ് ആൻസർ. മറ്റേ 5/3 എന്നോ 1/5 എന്നാണത് 0.26 ആണ്. അത് അറിയാവുന്നവർക്ക് എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഡിജിറ്റ് എണ്ണം നോക്കി കുത്തിയാൽ മതി. ഇത് ചെയ്തെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് കണ്ട എത്ര അവിടെ ആദ്യം 6 എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്, പിന്നെ മൊത്തം 6 ഡിജിറ്റ് എന്തായാലും കുത്തേണ്ടി വരും. അപ്പോൾ 6 എണ്ണം ഉണ്ടാകുന്ന നോക്കിയാൽ മതി. 2 4 ഓപ്ഷൻ ചെയ്ത് എളുപ്പമാണ്. ഇത് ചെയ്തെടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ചെയ്യാനൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ആകെ 4 3 12 12 24 അതിങ്ങനെ നോക്കിയാൽ ഓക്കെ എളുപ്പമാണ്. ഇത് നോക്കുക. ഇതെൻ്റെ മാത്സിൻ്റെ ഉത്തരം ചെയ്യുന്നില്ല, എക്സ്പ്ലനേഷൻ എന്നാണ് ജസ്റ്റ് താഴോട്ട് ഞാൻ പറഞ്ഞുതരാം, കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നുള്ളത് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സത്യം പറഞ്ഞത്. എങ്ങനെ പോയാലും നല്ല എളുപ്പമുള്ള സെക്കൻഡ് സ്റ്റേജിൻ്റെ ലീക്കായ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും. ഞാനും പോയി എക്സാം എഴുതാൻ നോക്കിയായിരുന്നു, പക്ഷേ നമ്മൾ പോയപ്പം കുറേ നേരം വെയിറ്റ് ചെയ്ത് വെറുതെ മിച്ചം. ക്ലോക്ക് റൂമിൽ എല്ലാം ഹാൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ലിസ്റ്റ് നമ്പറും എല്ലാം സെറ്റ് ചെയ്ത് റൂമിൽ നോക്കി ക്ലോക്ക് റൂമിൽ കയറിയപ്പോഴാണ് എല്ലാം പറയുന്നത് എക്സാം ക്യാൻസലായത്. ഒരു ചെറിയൊരു അധ്യാപകൻ്റെ അവിടുത്തെ ഉള്ള ഒരു സെൻറ്ററിൻ്റെ ഒരു സ്കൂളിൻ്റെ ഏതോ ഒരാളെ മിസ്റ്റേക്ക് കാരണം പറ്റിയതാണ് ഇത്രയും വലിയൊരു എക്സാം തന്നെ മാറ്റി, എക്സാം തന്നെ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരെ വന്നത്. വളരെ കെയർലെസ് ആയിട്ട് നമ്മളെ സിസ്റ്റം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. ഇത്രയും പേരെ കഷ്ടപ്പെടുത്തി, നമ്മളെ എല്ലാവരും കഷ്ടപ്പെടുത്തി എക്സാം ഹാളിൽ കൊണ്ട് തിരിച്ചു വരുന്നത്. നിയമനം പോലും കൃത്യമായി നടക്കുന്നില്ല. ഇപ്പോൾ പരീക്ഷ നടക്കാത്ത അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ഇതൊരു പോസിറ്റീവ് എടുക്കാം. നമുക്കിപ്പോൾ എക്സാം പാറ്റേൺ മനസ്സിലായി. നമുക്കത് മനസ്സിലായിക്കൊണ്ട് തന്നെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അത് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ പറയാം. ഞാൻ പറയുന്നത് വ്യക്തമല്ലെങ്കിൽ അതും പറയാം. വ്യക്തമല്ലാതെ ഇരിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പം അതിനുവേണ്ടി നിങ്ങളൊന്ന് വായിച്ചു പോകുക, ഒന്ന് പോസ് ചെയ്ത് വായിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത എക്സ്പ്ലനേഷൻ വരെ പിന്നെ കാണാം. ബൈ.